തിരക്കേറിയ ജീവിതത്തിൽ കയ്യിൽ കാശില്ലെങ്കിലും മൊബൈലിൽ കാശ് കരുതുന്നവരാണ് എല്ലാവരും. എല്ലാത്തിനും ഗൂഗിൾ പേയും ഫോൺ പേയും ഉപയോഗിക്കുന്നവർ ഈ പേയ്മെന്റുകളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് അറിയണം. ഇല്ലെങ്കിൽ മൊബൈലിൽ പണമുണ്ടെന്ന് കരുതി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരുപക്ഷെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ അറിയണം. ഇനി എന്താണ് വരാൻ പോകുന്ന മാറ്റം എന്ന് പറയാം. അടുത്ത മാസം ആദ്യം മുതൽ പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളിൽ നിന്നും UPI സേവനങ്ങൾ നടത്താൻ സാധിക്കില്ലെന്ന് മുന്നറിയിപ്പ്. അനധികൃത ഇടപാടുകളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബാങ്കുകളോട് മറ്റ് സേവന ദാതാക്കളോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. UPI ഇടപാടുകൾക്കായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനരഹിതമായ നമ്പറുകൾ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നതിനെ തുടർന്നാണിത്. ഉപഭോക്താക്കൾ അവരുടെ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കുകയോ മാറ്റുകയോ ചെയ്താൽ UPI ഇടപാടുകൾക്കായി ആ നമ്പർ തന്നെ ഉപയോഗിക്കുകയാണ്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രവർത്തനരഹിതമായ നമ്പറുകൾ ഉപയോഗിച്ച് തട്ടിപ്പുകാർ എളുപ്പത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ സാധിക്കും. ഇത് തടയുന്നതിനായി പണമിടപാട് ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം എന്നിവിടങ്ങളിൽ നിന്നും എത്രയും വേഗം പ്രവർത്തനരഹിതമായ നമ്പറുകൾ മാറ്റേണ്ടതുണ്ട്. പുതിയ നിയമം ബാങ്കുകൾ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ച് അറിയണ്ടേ? ബാങ്കുകളും മറ്റ് സേവനദാതാക്കളും പ്രവർത്തനരഹിതമായതും പുനർനിർമ്മിച്ചതുമായ നമ്പറുകൾ ആപ്ലിക്കേഷനുകളിൽ നിന്നും നീക്കം ചെയ്യും. ഇത്തരത്തിലുള്ള നമ്പറുകൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് ഉപഭോക്താക്കളെ മുന്നറിയിപ്പ് നൽകും. മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രവർത്തനരഹിതമായ നമ്പറുകൾ UPI ഇടപാടുകളിൽ നിന്നും നീക്കം ചെയ്തില്ലെങ്കിൽ അത് അവർ തന്നെ നീക്കം ചെയ്യും. കൃത്യമായി സമയപരിധിക്കുള്ളിൽ ഇത് ചെയ്തിരിക്കണം. എന്നാൽ ബാങ്ക് ഈ മാറ്റം വരുത്തുമ്പോൾ അത് ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, മൊബൈൽ നമ്പർ മാറിയ വിവരം ബാങ്കിനെ അറിയിക്കാത്തവരെ, ദീർഘനാളായി പ്രവർത്തനരഹിതമായ നമ്പറുകളുള്ള ഉപയോക്താക്കളെ, ബാങ്കുമായി ഇടപാട് നടത്തുന്ന നമ്പർ മാറ്റിയവരെ, പഴയ നമ്പർ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാൻ നൽകിയവരെ. ഇനി UPI എങ്ങനെ സജീവമാക്കാം എന്നതിനെക്കുറിച്ചും അറിയാം. UPI നൽകിയിരിക്കുന്ന നമ്പറിൽ നിന്നും ആരെങ്കിലും വിളിച്ചോ സന്ദേശം അയച്ചോ പരിശോധിക്കാം. അക്കൗണ്ടിൽ നിന്നുള്ള സന്ദേശങ്ങൾ, OTPകൾ എന്നിവ നമ്പറിൽ വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെറ്റ് ബാങ്കിംഗ്, UPI ആപ്ലിക്കേഷനുകൾ, ATM, ബാങ്ക് സന്ദർശിക്കുക തുടങ്ങിയവ ചെയ്ത് നിങ്ങളുടെ UPIയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്പർ സജീവമാക്കുക. OTP അറിയുന്നതിന് നിങ്ങളുടെ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ഈ നമ്പറുകൾ പ്രവർത്തനരഹിതമാവുകയോ മറ്റൊരാൾ വീണ്ടും ഉപയോഗിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ഇടപാടുകൾ പരാജയപ്പെടാനോ പണം തെറ്റായ അക്കൗണ്ടിലേക്ക് പോകാനോ സാധ്യതയുണ്ട്. ഇവ തടയാൻ ഈ ഒരു മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.